നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഈ ചേട്ടന് വശീകരിക്കാനുള്ള പരിപാടിയാണല്ലേ? നീ ഇത്രയും വൃത്തികെട്ടവളാണെന്ന് ഞാൻ വിചാരിച്ചില്ല. വേറെ ഒരു വഴി ഏൽക്കില്ലെന്ന് ഉറപ്പായപ്പോ ശരീരം ഉപയോഗിക്കാൻ തീരുമാനിച്ചു അല്ലേ? നിനക്കൊന്നും നാണോ മാനോ ഇല്ലേ? നീ എന്തൊക്കെയാ പറയുന്നേ? സ്വന്തം ഭർത്താവിനെ ഭാര്യ എന്തിനാ വശീകരിക്കുന്നേ? അതെ, മഞ്ജുവിന് കുട്ടിക്കാലം മുതൽ കുറച്ച് പേടി കൂടുതലാ. കറണ്ട് പോയപ്പോ പേടിച്ച് കാണും. അതിനെ അവള് സ്വന്തം ഭർത്താവിനല്ലേ കെട്ടിപ്പിടിച്ചത്. ദേ, അതിനെക്കുറിച്ച് ഇത്ര വൃത്തിയായിട്ട രീതിയിൽ സംസാരിച്ചതേ ഭയങ്കര മോശമായി പോയി. അമ്മേ, അമ്മ പറയാൻ വരുന്നതാന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്നമാണ്, ഞാൻ അതിൽ അഭിപ്രായം പറയണ്ട എന്നായിരിക്കും. ശരി, നിങ്ങൾ എന്താന്ന് വെച്ചാൽ അയക്കോ, നമ്മളില്ലേ. അമ്മ അങ്ങനെ പറഞ്ഞത് നന്നായി. അല്ലെങ്കിലും മുകുന്ദൻ നമ്മുടെ കുടുംബകാര്യങ്ങളില് കുറച്ച് കൂടുതൽ ഇടപെടുന്നുണ്ട്. എല്ലാരെയും അവരവരുടെ നിലയ്ക്ക് നിർത്തുന്നതാ നല്ലത്. എന്താടാ, നിനക്ക് ഞങ്ങൾ ചെയ്തത് തെറ്റായി പോയിന്ന് പറയണോ? മനുഷ്യനായ കുറച്ച് ധൈര്യം വേണം. വെറുതെ കറന്നു പോകുമ്പോ ഇത്രയും പേടിക്കേണ്ട കാര്യമുണ്ടോ? എനിക്ക് കുട്ടിക്കാലം മുതലേ ഫോബിയ ഉണ്ട്. എന്തുണ്ട്? ഫോബിയ, പേടിയുടെ അസുഖം. ഇതിനെയൊക്കെ ഒരു അസുഖമായിട്ട് പ്രഖ്യാപിച്ചോ? ഒരുമാതിരി വിയർപ്പിന്റെ അസുഖം എന്ന് പറയുന്ന പോലെ ഉണ്ട്. ഇതങ്ങനെയല്ല. ഞാൻ പുഴയിൽ വീണത് മുതല് എനിക്ക് അസുഖമുള്ളതാ. വെള്ളത്തിൽ വീണപ്പോ നീ ഒന്ന് പേടിച്ചു, അതിനാണോ ഇത്രയും ബിൽഡപ്പ്? എന്താ പേര്? ഫോബിയ. കൊള്ളാം. അയ്യോ, ഞാൻ നിന്നെ പോലെ കോളേജിലൊന്നും പോയിട്ടില്ല. പക്ഷേ നിന്റെ ഈ അസുഖത്തിന്റെ പേരെനിക്കറിയാം, പേടി. ഒന്നും അല്ലെങ്കിൽ നീ ഒരു പോലീസുകാരിയല്ലേ? നാളെ ഏതെങ്കിലും ഒരു പാവത്തിന്റെ ജീവൻ രക്ഷിക്കേണ്ട അവസ്ഥ വരുമ്പോ എനിക്ക് ഫോബിയാണെന്നും പറഞ്ഞ് നീ മാറി നിൽക്കൂ? ഇങ്ങനെ പേടിച്ചു കഴിയാനാണ് നിന്റെ ഭാവമെങ്കിൽ ദയവ് ചെയ്ത് ആ ജോലിക്ക് പോകരുത്. നീ ആ ജോലി രാജിവെച്ച ആ സ്ഥാനത്ത് കഴിവുള്ള ആർക്കെങ്കിലും ജോലി കിട്ടും. നമ്മുടെ നാടിനു വേണ്ടി അത്രയെങ്കിലും നീ ചെയ്യ.